ഇനി പത്തനംതിട്ടയിലേക്കാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും കോന്നി അതിരുങ്കൽ അഞ്ചുമുക്ക് റോഡ് നിർമ്മാണം പൂർത്തിയായില്ല. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടിലാണ്. അധികൃതരെ സമീപിക്കുമ്പോൾ പല ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കലഞ്ഞൂർ പഞ്ചായത്തിലെ റോഡിലാണ് ഈ ദുരവസ്ഥ. അതിരുങ്കൽ മുതൽ അഞ്ചുമുക്ക് വരെ 2 കിലോമീറ്ററാണ് റോഡ്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. പഴയ റോഡ് ഇളക്കിയിട്ട ശേഷം തുടർ പ്രവർത്തനങ്ങൾ ഏറെ വൈകി. കാൽനടയാത്ര പോലും ദുഷ്കരമായതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെ മെറ്റൽ മാത്രമിട്ട് താൽക്കാലിക സൗകര്യമൊരുക്കി. പിന്നീട് യാതൊരു നിർമ്മാണ പ്രവൃത്തികളും നടന്നില്ല. ഈ 31-ാം തീയതി പണി തീർക്കാൻ വേണ്ടി തുടങ്ങിയവർ ആദ്യം ഇത് കടന്ന സ്ഥിതിക്കായിരുന്നെങ്കിൽ എങ്ങനെയും ഒക്കെ പോകാമായിരുന്നു. നടന്നൊക്കെ ഈ ടൂ വീലർകാർക്ക് ഒരു പാടുമില്ലായിരുന്നു. ഇപ്പം ഈ സ്ത്രീകളൊക്കെ സ്കൂട്ടറിൽ വരുമ്പോൾ അവർ ഈ മെറ്റൽ ഇളകി കിടന്ന് മറിഞ്ഞങ്ങ് വീഴും. ഞങ്ങൾ പോയി പൊക്കി എടുത്ത് വിട്ടിട്ടുണ്ട്. ഈ വണ്ടികൾ പോകുമ്പോൾ ഈ പൊടി പാറപ്പൊടി എല്ലാം കൂടെ പെരക്കകത്തോട്ട് കയറി. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ 4 പേരുണ്ട്. അവർക്കും വളരെ ബുദ്ധിമുട്ടായി, ശ്വാസം മുട്ടല. മാസങ്ങൾ കഴിഞ്ഞതോടെ ഇട്ട മെറ്റലും റോഡിൽ ഇളകി മാറി. കാൽനടയാത്ര പോലും ഇതുവഴി ദുഷ്കരമായി. നിർമ്മാണ പ്രവർത്തികൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അധികൃതരും കൈമലർത്തുന്നു. പണി തുടങ്ങിയിട്ട് 6 വർഷമായി. ഒരു പാർട്ടിക്കാരനും വേണ്ട, ഒരു മെമ്പർക്കും വേണ്ട, MLA-ക്കും വേണ്ട, MP-ക്കും വേണ്ട, ഒരു പാർട്ടിക്കാർക്കും വേണ്ട. അതായത് കോൺഗ്രസ്സുകാർക്കും വേണ്ട, BJP-ക്കാർക്കും വേണ്ട, കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ട. അത് ചോദിക്കാനും പറയാൻ ആരുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ നിർമ്മാണ പ്രവൃത്തികൾ വൈകുമെന്നായിരുന്നു ആദ്യത്തെ മറുപടി. ഇപ്പോൾ ടാർ ലഭ്യമല്ലെന്ന വിചിത്രവാദവും അധികൃതർ നൽകുന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തികൾ നടത്താനായിരുന്നു തീരുമാനം. ഇനിയും ഒരുപാട് വൈകാതെ 2.5 കിലോമീറ്റർ വരുന്ന റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.